നമസ്കാരം. ന്യൂസ് മലയാളം 24/7 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ആതിര ജെയിംസ്. ഈവനിംഗ് മലയാളം ആരംഭിക്കുകയാണ്. ആദ്യം ഹെഡ്ലൈൻസ്. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലേക്ക് തിരിച്ചു. വിമാനമാർഗം തിരുവനന്തപുരത്തെത്തിയ മോദി ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക്. വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുക ലക്ഷ്യം. ധ്യാനമിരിക്കുക ഇന്ന് വൈകിട്ട് മുതൽ ജൂൺ 1 വൈകിട്ട് വരെ. സുരക്ഷയ്ക്കായി നിയോഗിച്ചത് 2000-ലധികം പോലീസുകാരെ. വളാഞ്ചേരി കൈക്കൂലി പരാതിയിൽ എസ്ഐയും സഹായിയും അറസ്റ്റിൽ. വളാഞ്ചേരി എസ്ഐ ബിന്ദുലാൽ, സഹായിയായ അസൈനാർ എന്നിവരാണ് പിടിയിലായത്. സിഐ സുനിൽദാസ് ഒളിവിലാണ്. ഇൻസ്പെക്ടർക്കെതിരെയും പരാതി വ്യാപകം. പോലീസ് അക്കാദമിയിൽ ലൈംഗികാതിക്രമ പരാതിയിൽ ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. നടപടി ഓഫീസർ കമാൻഡന്റ് പ്രേമനെതിരെ. വനിതാ ഉദ്യോഗസ്ഥയുടെ പരാതിയിലാണ് ADGP P. വിജയന്റെ ഉത്തരവ്. കാലവർഷം കേരളത്തിലെത്തി. 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, 11 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ജില്ലകളിൽ കാലവർഷക്കെടുതി രൂക്ഷം. ജാഗ്രതാ നിർദ്ദേശവുമായി ദുരന്ത നിവാരണ അതോറിറ്റി. മാസപ്പടി കേസിൽ SFIO അന്വേഷണം വേണമെന്ന ഹർജി തീർപ്പാക്കി ഹൈക്കോടതി. ഷോൺ ജോർജ് നൽകിയ ഉപഹർജിയിലെ നടപടികളും അവസാനിപ്പിച്ചു. SFIO അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ മറ്റന്വേഷണം വേണ്ട. ജമ്മുകശ്മീരിൽ രജൌരിയിൽ ബസ് അപകടത്തിൽ 7 മരണം, 26 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനം. ബസ് 150 അടി താഴ്ചയിലേക്ക് മറിഞ്ഞെന്ന് പോലീസ്. ബാർക്കോഴയ്ക്കെതിരായ യൂത്ത് കോൺഗ്രസ് പാലക്കാട് കളക്ട്രേറ്റ് മാർച്ചിൽ സംഘർഷം. മന്ത്രി MB രാജേഷ് രാജിവെക്കണമെന്ന ആവശ്യം. മാർച്ചിൽ പോലീസുമായി ഉന്തും തള്ളും. ജലപീരങ്കി പ്രയോഗിച്ചു. അഴിമതിക്ക് പിന്നിൽ സപ്ലൈകോയുടെ പേരിൽ വൻ തട്ടിപ്പ്. 7 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കടവന്ത്ര ഔട്ട്ലെറ്റിലെ മുൻ അസിസ്റ്റന്റ് മാനേജർ സതീഷ് ചന്ദ്രനെതിരെ പോലീസ് കേസ്. വിശ്വാസവഞ്ചന, ആൾമാറാട്ടം വകുപ്പുകൾ ചുമത്തി. വ്യാജ പർച്ചേസ് ഓർഡർ ഉണ്ടാക്കിയെന്നും GST നമ്പർ ദുരുപയോഗം ചെയ്തെന്നും പോലീസ്. ഔട്ട്ലെറ്റിലെ ജീവനക്കാർ സഹായിച്ചതായും സംശയം. കൊച്ചിയിലെ അവയവ കച്ചവട മലയാളം പുറത്തുവിട്ട രേഖകളിൽ അന്വേഷണം വേണം. എനിക്കതിലിപ്പോൾ ഒന്നും പറയാൻ കഴിയുന്നില്ല. അവയവ കച്ചവടം ഗുരുതരമായ കുറ്റകൃത്യമാണ്. കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് അതിന് നിങ്ങളടുത്ത് രേഖകളും തെളിവും ഉണ്ടാണ്. അതനുസരിച്ച് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും വരുമല്ലോ, രേഖകളും തെളിവും ഉണ്ടെങ്കിൽ. ഞാൻ ഒറ്റൊരു കാര്യമേ പറയുന്നുള്ളൂ, മുൻ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ. അവയവത്തിന് കാത്തു കിടക്കുന്ന, ജീവൻ നിലനിർത്താൻ വേണ്ടി യാചിക്കുന്ന ഒട്ടേറെ മനുഷ്യരുണ്ട്. അവർക്ക് ആരെങ്കിലും സ്വമേധയാ അവയവം ദാനം ചെയ്യാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അതിന് തടസ്സമാകരുത്. മറ്റൊന്ന്, ഇതെല്ലാം കണ്ട് ഭയന്നിട്ട് അവയവം ദാനം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവർ അതിൽ നിന്ന് പിൻവാങ്ങാനും ഇടയാവരുത് എന്നുള്ളതാണ്. കാരണം ഒരുപാട് മനുഷ്യരുടെ, ഒരുപാട് കുടുംബങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തേണ്ടുന്ന കാര്യമാണ് അത്. കച്ചവടം നടക്കുന്നതിൽ നിങ്ങൾക്ക് തെളിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഹാജരാക്കുക. അതിന് ആ രീതിയിലുള്ള നടപടിയിലേക്ക് പോവുക. അവയവ കച്ചവടം അംഗീകരിക്കാനാകില്ല. അവയവദാനത്തെ ബാധിക്കാത്ത വിധത്തിലാകണം അന്വേഷണമെന്നും മുൻ ആരോഗ്യമന്ത്രി. മൃതസഞ്ജീവനിയിലെ പ്രതിസന്ധിയെക്കുറിച്ചും KK ശൈലജ ന്യൂസ് മലയാളത്തോട്. അവയവ കച്ചവടത്തിൽ സർക്കാർ കൃത്യമായ നടപടിയെടുക്കുമെന്ന് മന്ത്രി K. രാധാകൃഷ്ണൻ. വലിയ റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നതായി വാർത്തകൾ വന്നിരുന്നു. ഇതിന്റെ ബന്ധങ്ങളും പരിശോധിക്കണം. കേരളത്തിൽ അവയവ കൈമാറ്റത്തിന് കൃത്യമായ സംവിധാനമുണ്ടെന്നും K. രാധാകൃഷ്ണൻ.
ഇവിടുന്ന് പല കാരണങ്ങളാൽ പുറത്തേക്ക് കൊണ്ടുപോയി അവിടുന്നാണ് അവയവമാറ്റം നടത്തിയിരിക്കുന്നതാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള എൻക്വയറി നടത്താൻ വേണ്ടി തീരുമാനിച്ചു. കുറേ ആളുകളെ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ റാക്കറ്റ് എത്ര കണ്ട് ശക്തമാണ് എന്നറിയാൻ വേണ്ടിയുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് വലിയ കച്ചവടമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് തടയാൻ വേണ്ടിയുള്ള ശക്തമായ നടപടി സ്വീകരിച്ചു. മന്ത്രിയുടെ പ്രതികരണം ന്യൂസ് മലയാളം വാർത്തയോട്. അവയവ കച്ചവടത്തിൽ പ്രതികരിച്ച കിഡ്നി ദാതാവും കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപകനുമായ ഫാദർ ഡേവിസ് ചിറമേൽ ദാനം ചെയ്യുന്ന അവയവങ്ങൾ അനർഹരിലേക്ക് എത്തില്ലെന്ന് സർക്കാർ ജനങ്ങൾക്ക് ഉറപ്പു നൽകണം. എത്തിക്സ് കമ്മിറ്റിക്ക് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ലെന്നും ഫാദർ ഡേവിസ് ചിറമേൽ ന്യൂസ് മലയാളത്തോട്. അവയവ കച്ചവടം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് UDF കൺവീനർ MM ഹസൻ. വാർത്തയിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം പ്രഖ്യാപിക്കണം. ആരോഗ്യവകുപ്പ് കുത്തഴിഞ്ഞ നിലയിലെന്നും വിമർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കോൺഗ്രസ്. മോദിയുടേത് പരോക്ഷമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണെന്ന് ആരോപണം. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനാണ് തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ച ശേഷമുള്ള ധ്യാനമെന്നും ഇത് സംപ്രേഷണം ചെയ്യുന്നതിൽ നിന്നും മാധ്യമങ്ങളെ വിലക്കണമെന്നും കോൺഗ്രസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. ശനിയാഴ്ച വിധി എഴുതുക. 7 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 57 മണ്ഡലങ്ങൾ. നരേന്ദ്രമോദിയുടെ വാരാണസി ഉൾപ്പെടെയുള്ള താരമണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക്. സംസ്ഥാനത്ത് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകളുടെ സുരക്ഷയുടെയും വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കുള്ള ഒരുക്കങ്ങളുടെയും അവലോകനം പൂർത്തിയായെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ. 20 കേന്ദ്രങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങളും വോട്ടെണ്ണൽ ഒരുക്കങ്ങളും വിലയിരുത്തി. പൂർത്തിയാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച 21 പോയിന്റുകളുടെ അടിസ്ഥാനത്തിലുള്ള അവലോകനം. വോട്ടെണ്ണൽ ജൂൺ 4-ന്. ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളിൽ 14% പേരും ക്രിമിനലുകൾ എന്ന് റിപ്പോർട്ട്. സ്ഥാനാർത്ഥികൾക്കെതിരെ കൊലപാതകവും ബലാത്സംഗവും അടക്കമുള്ള ഗുരുതര ക്രിമിനൽ കേസുകൾ. 1191 പേർക്കെതിരെ 2 വർഷത്തിലധികം തടവ് ശിക്ഷ ലഭിക്കുന്ന ഗുരുതര ക്രിമിനൽ കുറ്റങ്ങൾ. സ്ഥാനാർത്ഥികളിൽ 31% പേർ കോടിപതികൾ. കണക്ക് പുറത്തുവിട്ട അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസ്. ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ കാർഷിക കടം എഴുതിത്തള്ളുമെന്ന് രാഹുൽ ഗാന്ധി. കർഷകർക്കായി പ്രത്യേക കമ്മീഷൻ രൂപീകരിക്കും. പ്രഖ്യാപനം പഞ്ചാബിലെ ലുധിയാനയിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ. നരേന്ദ്രമോദിയുടെ ദൈവ പരാമർശത്തെ പരിഹസിച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. നരേന്ദ്രമോദിക്ക് ക്ഷേത്രം പണിയാം, വഴിപാടുകളും നടത്താം, പക്ഷെ കലാപമുണ്ടാക്കരുതെന്ന് മമത. പരിഹാസം കൊൽക്കത്തയിലെ ബരാസത്തിൽ നടന്ന റാലിയിൽ. തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രധാനമന്ത്രിയെ ലക്ഷ്യമിട്ട് മല്ലികാർജുൻ ഖർഗെ. അക്രമബാധിതമായ മണിപ്പൂരിൽ മോദി ഒരിക്കൽ പോലും സന്ദർശനം നടത്തിയിട്ടില്ലെന്ന വിമർശനം. മണിപ്പൂരിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പ്രധാനമന്ത്രി രാജ്യം മുഴുവൻ പര്യടനം നടത്തിയെന്നും വിദേശയാത്ര നടത്തിയെന്നും ഖർഗെ. ഇന്ത്യയുടെ റേറ്റിംഗ് ഉയർത്തി ആഗോള ഏജൻസി S&P നടപടി സ്വാഗതം ചെയ്ത ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പുതിയ റേറ്റിംഗിൽ പ്രതിഫലിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച. S&P ഇന്ത്യയുടെ റേറ്റിംഗ് പോസിറ്റീവ് എന്ന നിലയിലേക്ക് ഉയർത്തിയത് കഴിഞ്ഞ ദിവസം. ബംഗാളിലും ഹരിയാനയിലും ഉത്തരാഖണ്ഡിലും CAA നടപ്പാക്കി കേന്ദ്ര സർക്കാർ. ആദ്യഘട്ടത്തിലുള്ള അപേക്ഷകർക്ക് പൗരത്വം നൽകിയെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കേന്ദ്ര സർക്കാർ നടപടി ബംഗാളിൽ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്നതിന് മുൻപ്.
സർക്കാർ ഭൂമിയിലെ ആരാധനാലയങ്ങൾ പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. ഭൂമി കൈയേറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കണം. 6 മാസത്തിനുള്ളിൽ കളക്ടർമാർ നടപടി സ്വീകരിക്കണം. സുപ്രധാന ഉത്തരവ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റേത്. ശശി തരൂരിന്റെ ഓഫീസ് സ്റ്റാഫ് അംഗം സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിൽ. പ്രസാദിൽ നിന്ന് പിടിച്ചെടുത്തത് 500 ഗ്രാം സ്വർണം. ശിവകുമാർ പ്രസാദ് മുൻ ജീവനക്കാരനാണെന്ന് ശശി തരൂർ. വിദ്യാർത്ഥി കൺസെഷൻ ഓൺലൈനാക്കി KSRTC. യൂണിറ്റുകളിൽ നേരിട്ടെത്തുന്നതിന് പകരം ഇനി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. പുതിയ തീരുമാനത്തിലൂടെ കൺസെഷൻ ലഭിക്കാനുള്ള കാലതാമസത്തിനും പരിഹാരം. സംസ്ഥാനത്തെ യൂണിഫോം പ്രതിസന്ധിയിൽ വിശദീകരണവുമായി വിദ്യാഭ്യാസ മന്ത്രി. സാമ്പത്തിക പ്രതിസന്ധി കുടിശ്ശികയ്ക്ക് ഇടയാക്കിയെന്ന വി ശിവൻകുട്ടി. ധനവകുപ്പ് പണം അനുവദിച്ചിട്ടുണ്ട്. കുടിശ്ശിക ഈ വർഷം കൊടുത്തു തീർക്കുമെന്ന ശിവൻകുട്ടി. AKG സെന്റർ ആക്രമണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. 2 യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാക്കളെ പ്രതികളാക്കിയ ആദ്യഘട്ട കുറ്റപത്രം. ആക്രമണം KPCC ഓഫീസിനെതിരായ DYFI പ്രതിഷേധത്തിലുള്ള വൈരാഗ്യത്തിൽ. വടകരയിലെ കാഫർ വിവാദത്തിൽ KK ശൈലജയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി K മുരളീധരൻ. കാഫിർ പ്രയോഗം നടത്തിയത് ശൈലജയുടെ നേതൃത്വത്തിൽ. MSF പ്രവർത്തകന്റെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതായും K മുരളീധരൻ. വിഷു ബമ്പർ ഭാഗ്യശാലി ആലപ്പുഴയിൽ തന്നെ. 12 കോടിയുടെ ഒന്നാം സമ്മാനം CRPF റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ പഴവീട് സ്വദേശി വിശ്വംഭരന്. സ്ഥിരമായി ലോട്ടറി എടുക്കാറുണ്ടെന്ന് വിശ്വംഭരൻ. റിമാൽ ചുഴലിക്കാറ്റിൽ അസമിൽ 1 മരണം, 2 പേരെ കാണാതായി. കനത്ത മഴയിലും രൂക്ഷമായ വെള്ളപ്പൊക്കത്തിലും 41,000 പേർ ദുരിതത്തിൽ. മഴയും ചുഴലിക്കാറ്റും നാശം വിതച്ചത് അസമിലെ 8 ജില്ലകളിൽ. കരിമഞ്ച്, ഖച്ചാർ, ഹൈലാകണ്ടി എന്നീ ജില്ലകളിൽ കനത്ത നാശം. കരിമഞ്ചിലെ 66 ഗ്രാമങ്ങളും 5ഓളം തീരപ്രദേശങ്ങളും മുങ്ങി. ഡൽഹിയിലെ ഉഷ്ണതരംഗത്തിൽ ആദ്യ മരണം. മരിച്ചത് ബീഹാർ സ്വദേശി. ഡൽഹിയിൽ ഇന്നലെ രേഖപ്പെടുത്തിയത് 52.3 ഡിഗ്രി താപനില.